അപ്പോൾ നമുക്ക് പ്രാദേശിക വാർത്താവിശേഷങ്ങളിലേക്ക് കിടക്കാം. നോക്കാം ലോക്കൽ ഫോക്കസ്. സ്വന്തമായി ഉണ്ടായിരുന്ന പറമ്പ് മാലിന്യ കൂമ്പാരമായതോടെ പരാതിയുമായി അധികൃതർക്ക് മുന്നിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശിയായ നന്ദകുമാരൻ നായർ. ആൾതാമസമില്ലാത്ത പറമ്പിലേക്ക് വർഷങ്ങളായി പലരും മാലിന്യം വലിച്ചെറിഞ്ഞതോടെ ടൺ കണക്കിന് മാലിന്യമാണ് അദ്ദേഹത്തിന്റെ പറമ്പിൽ ഇപ്പോൾ കുന്നുകൂടി കിടക്കുന്നത്. നഗരസഭയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. തിരുവനന്തപുരം കൊഞ്ചിറവിളയിലാണ് നിൽക്കുന്നത്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ്. തിരുവനന്തപുരം അമ്പലത്തറ സ്വദേശിയായ ആർ നന്ദകുമാരൻ നായരുടെ 30 സെന്റ് വരുന്ന പുരയിടമാണിത്. നമുക്ക് ഈ ഭാഗം നോക്കിയാൽ കാണാം, നല്ല കൃഷിയൊക്കെ ചെയ്ത് വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ച് നിറയെ കൃഷിയൊക്കെയുള്ള ഒരു പുരയിടമാണ്. 30 സെന്റാണ് ഇത് മൊത്തത്തിലുള്ളത്. എന്നാൽ ഈ ഒരു പുരയിടത്തിന്റെ മറുവശത്തേക്ക് വരികയാണെങ്കിൽ വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇവിടെ കാണുവാനുള്ളത്. എന്നാൽ 2 ടണ്ണോളം വരുന്ന മാലിന്യം ഈ പറമ്പിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ മാലിന്യം ഇന്നും ഇന്നലെയുമായി ഇവിടെ വന്ന് അടിഞ്ഞതല്ല. കുറേ വർഷങ്ങളായി ഈ മതിലിനകത്തേക്ക് പല പല ആളുകൾ കൊണ്ടുവന്ന് തള്ളിയ ഒരു മാലിന്യമാണ് ഇത്. ഇപ്പോൾ ഈ മാലിന്യം ഈ പറമ്പിൽ നിന്ന് എങ്ങനെ മാറ്റണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടുകയാണ്. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിലടക്കം പരാതി നൽകിയിട്ടും ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഇത് ഇവിടെ പരന്നു കടന്ന മാലിന്യമാണ്. കോർപ്പറേഷനിൽ പരാതി നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം വന്നതിന് ശേഷമാണ് ഇത് JCB ഉപയോഗിച്ച് ഒരിടത്തേക്ക് ഇപ്പോൾ കൂട്ടിവെച്ചിരിക്കുന്നത്. ഇനി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. പരാതി അടക്കം കൊടുത്തിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. I2 സെക്ഷനിലെ ചീഫിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഈ ചവർ എന്താണ് ചെയ്യേണ്ടത്? എനിക്കത് മാറ്റണ്ടേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകളുടെ വസ്തുവാണ്, അവൾ ഓസ്ട്രേലിയയിലാണ്, ഞാനാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണ് കോർപ്പറേഷൻ എന്നുള്ള മറുപടി. ഇത് കുറേ കാലം കൊണ്ടാണോ ഇത്രയും ചവർ ഇവിടെ വന്നത്? ഒരു 4 വർഷമാവും ചെയ്ത്. അതിനുശേഷം ഞാൻ കോർപ്പറേഷൻ കൊടുത്തിട്ടും ഫോട്ടോ സഹിതമാണ്, പഴയ സ്ഥിതിയിലുള്ള ഫോട്ടോ സഹിതമാണ് ഞാൻ കൊണ്ട് കൊടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻസ്പെക്ടർ വന്നത് മണക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പഴയ രീതിയിൽ നിന്ന് ഇപ്പോൾ മാറ്റി ഈ പുതിയ രീതിയിലാക്കിയിട്ട് പോയി. കൂടിക്കിടന്ന ചവറെല്ലാം കൂടി വാരി മതരോട് ചേർന്ന് കിടന്ന ചവറെല്ലാം കൂടെ വാരി കൂട്ടി പോയി. അവരിത് മാറ്റാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞോ? മാറ്റാൻ പറ്റില്ല. മാറ്റാൻ ഞങ്ങൾക്ക് യാതൊരു സംവിധാനവും ഇല്ല. കൊണ്ടുപോകാൻ ലാറിയോ അതേപോലെ കൊണ്ടുവിടാനുള്ള സ്ഥലമോ ഒന്നും ഇല്ല എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ മാലിന്യം ഇവിടെ നിന്ന്, ഈ പറമ്പിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന് സംവിധാനമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് കോർപ്പറേഷനും മറ്റ് അധികൃതരും ഒക്കെ തന്നെയും ചെയ്യുന്നത്. ഇതും അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അടിയിൽ തന്നെ കുഴിച്ചു മൂടാനാണ് പറയുന്നത്. ഏതാണ്ട് 2 ടണ്ണോളം മാലിന്യം ഇവിടെ തന്നെ ഇപ്പോൾ കുന്നുകൂടി കിടക്കുകയാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും അധികൃതർ കൈയൊഴിയുമ്പോൾ ഇത്തരം മനുഷ്യർ ഇനി ആരെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യം അദ്ദേഹം ഇപ്പോഴും ഉയർത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.